ജ്യോതികുമാർ ചാമക്കാല റഹീം ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ജ്യോതികുമാർ, നിങ്ങളൊരു കണക്കനാണ്. ചോദ്യം വേണ്ട, മറുപടി ഉണ്ട്. മറുപടി ഉണ്ട് അല്ലേ? ഓക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ തമാശ വേണ്ടി പറഞ്ഞാണ്. തീർച്ചയായിട്ടും തമാശിക്കണം, നമ്മളെ തമാശയല്ലേ പറയേണ്ടത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ കണക്കുകൾ മാത്രമേ ഇവിടെ ശരിയുള്ളൂ, എന്നും കണക്കുകൾ മാത്രമേ ശരിയായിട്ടുമുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണക്കുകൾ വെച്ച് സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ, ഒരു മണ്ഡലത്തെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 2006 വരെ CPM സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. എത്രയോ നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. 2011 ഡീലിമിറ്റേഷന് ശേഷം ഞങ്ങളെ സംബന്ധിച്ച് ഒരു A ഗ്രേഡ് മണ്ഡലമാണ് പാലക്കാട്. ശ്രീ E ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്നിരിക്കെ ഈ മണ്ഡലത്തിലെ MLA ഞങ്ങളൊരു പാർലമെൻറ്റിലേക്ക് അയച്ചാൽ എന്താണ് തെറ്റ്? ഞങ്ങളുടെ ശക്തിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്, പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിലിനെ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചേലക്കരയിൽ നടന്നത് പാർലമെൻറ്റിലേക്ക് തന്നെയല്ലേ മത്സരം നടന്നത്? അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി അദ്ദേഹം പറയുന്നത് വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് വന്നു. വളരെ തുച്ഛമായ വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്ന 3 മുന്നണികളും അപ്പുറവുമായി നിൽക്കുന്ന ഒരു മണ്ഡലം. അതേ തെരഞ്ഞെടുപ്പിലല്ലേ അരൂരിൽ MLA ആയിരുന്ന ഒരു കനൽത്തരി പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും ചെയ്തത്? അതും കൂടെ ചേർത്ത് പറയണ്ടേ? അപ്പോൾ അതും കണക്കാണ്. 3-ൽ നിന്ന് 1-ലേക്ക് എത്തിയ കഥ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, 3-ൽ നിൽക്കുന്ന ഒരു പാർട്ടി താങ്കൾ ഉരുളണ്ട. ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ അവസരമാണല്ലോ റഹീമേ, എന്റെ അവസരമാണല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയട്ടെ. അപ്പോൾ നിങ്ങൾ വട്ടിയൂർക്കാവിലെ വിജയം കാണുമ്പോൾ അരൂരിലെ തോൽവി കൂടി നിങ്ങൾ കാണണം. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രം ഞങ്ങളുടെ നിങ്ങളുടെ മത്സരം ഇപ്പോൾ അവസാനിപ്പിക്കും തൽക്കാലത്തേക്ക്. പിന്നെ ഞങ്ങള് 3-മതൊരു പ്രതിയോഗിയുടെ നടക്കും. അതെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഞാൻ സ്പീഡ് കൂട്ടാം. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾ പാർലമെൻറ്റിൽ ആരെ മത്സരിപ്പിക്കണം, അസംബ്ലിയിൽ ആരെ മത്സരിപ്പിക്കണം, ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിക്കണം, രാജ്യസഭയിൽ ആരെ മത്സരിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ മുന്നണികൾക്കും ഉണ്ട്. അതിനകത്ത് മറ്റു മുന്നണികളുടെ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, അതാണ് ചോദ്യം ചെയ്തത്. എന്തുകൊണ്ട് പാലക്കാട്ട് ഒരു ഞങ്ങളുടെ സരൻ മത്സരിക്കണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, നിങ്ങളല്ല. അതെ. റഹീമേ, താങ്കൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു MPയുമാണ്. ഞാനൊന്ന് ഒരു സംയമനം കാണിക്കും. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ആരെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതിനകത്ത് അവസരവാദം കൂടെ ഉണ്ടേ. അവസരവാദത്തിന് ഒരു മാർക്കുണ്ടേ. അപ്പോൾ അവസരവാദം എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അദ്ദേഹം പറയുന്നത്, പിന്നെ ശൈലജ മത്സരിച്ചാലും പാർലമെൻറ്റിൽ പോയാൽ കോൺഗ്രസ് അനുകൂലമായി കൈ ഉയർത്തില്ലെന്നാണ്. അതിപ്പോൾ റഹീമിനും വിധി അതാണല്ലോ. അവിടെ വന്നിട്ട് കോൺഗ്രസ് അനുകൂലമായി കൈ ഉയർത്തേണ്ട സാഹചര്യമാണല്ലോ റഹീമിനുള്ളത്. ഇവിടെ ഇതൊക്കെ പറഞ്ഞാലും റഹീമിനും അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ അദ്ദേഹം പറയുന്നത് SDPI ബന്ധപ്പെട്ടാണ്. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്തുണ പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ ആശയം മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പോൾ CPM മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു, എല്ലാവരും മത്സരിക്കുന്നു. ഞങ്ങളുടെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പോൾ ആർക്കും വോട്ട് ചെയ്യാതിരിക്കുക. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വ്യക്തിപരമായി പറഞ്ഞത്, കോൺഗ്രസിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഇടപെടൽ അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? അല്ല, ആയിക്കോട്ടെ. കോൺഗ്രസിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കാറുണ്ട്. അത്തരത്തിൽ എനിക്ക് പല ചുമതല തരാറുണ്ട്. ഞാനത് നിർവഹിക്കാറുണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കൂടിയാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോട്ടെണ്ണുന്ന മെഷീനുമായി ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് DYFI ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരാഗ്നി എന്ന് പറയുന്ന ഫണ്ട് കളക്ഷൻ സംസ്ഥാനത്തുടനീളം നടത്തിയപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ പരസ്യമായി ആലുവയിലൊക്കെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഫണ്ട് കളക്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ പോയപ്പോൾ സ്വാഭാവികമാണ് അതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശക്തമായ മത്സരം നടക്കുന്നു. ആ മത്സരം നടക്കുന്നത് 2-ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. 1-ാം സ്ഥാനത്തെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നിലപാടോ? ഒരു തർക്കവുമില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതോ, അപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞതോ, അപ്പോൾ K മുരളീധരൻ പറഞ്ഞതോ, ഇദ്ദേഹം അവർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പാർട്ടി ഈ ലോകത്തുണ്ടാവില്ല. സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞുകൂടെ പറയണം. ബാലനെതിരെ പറഞ്ഞില്ല. ഞാൻ ഈ ചർച്ചയിൽ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ്
ഇവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി മരിച്ചുപോയ അന്തരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയെ, കെ കരുണാകരന്റെ പ്രിയപ്പെട്ട പത്നിയെ അവരുടെ വളരെ മോശമായി അവരെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു. കരുണാകരന്റെ മകനെ ഇപ്പോൾ ഇദ്ദേഹം തള്ളി പറയുന്നു. കരുണാകരന്റെ മകനെ തള്ളി പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ കരുണാകരന്റെ മകൻ തന്നെയാണ് ഇവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുള്ളത്. കരുണാകരന്റെ മകൻ തന്നെയാണ് ഇവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്